നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ അതിജീവതയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ബസിർഹട്ട് മണ്ഡലത്തിൽ നിന്നാണ് സന്ദേശ് ഖാലി അതിജീവതയായ രേഖ പത്രയെ ബി.ജെ.പി. ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായ ഷെയ്ഖ് ഷാജഹാനെതിരെ സന്ദേശ് ഖാലിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഏറ്റവും ആദ്യം ഇറങ്ങി പുറപ്പെട്ടത് ഈ രേഖ പത്രയായിരുന്നു. തൃണമൂലിന് ഈ തീരുമാനം വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനു മുൻപ് സന്ദേശ് ഖാലി സന്ദർശിച്ചിരുന്നു. അന്ന് ഇരകൾക്കൊപ്പമാണ് മോദി വാക്ക് പറയുകയും ചെയ്തിരുന്നു. ഈ വാക്കാണ് ഇപ്പോൾ ബി.ജെ.പി. യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. രേഖ പത്ര എന്തായാലും മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇരകൾക്ക് വേണ്ടിയുള്ള ശബ്ദമായിരിക്കും താൻ പാർലമെന്റിൽ ഉയർത്താൻ പോവുക എന്നുകൂടി ഇവർ പറയുന്നു. എന്തായാലും സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുടെ പ്രതിനിധിയെ തന്നെ ബി.ജെ.പി. തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കിയിരിക്കുന്നു. തീർച്ചയായും ഇത് മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും എന്നുകൂടി അവർ വിശ്വസിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ രേഖാപത്ര സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാണ്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.